അവിടെ എത്ര റിട്ടേൺ ടിക്കറ്റ് കാണിച്ച് എൻ്റെ ബാങ്ക് ബാലൻസ് കാണിച്ച് ഓക്കെ എനിക്ക് കാണിക്കുന്നതിന് കുഴപ്പമില്ല. പക്ഷെ എന്താ ഇത്രയൊക്കെ തിരക്കിടണം. 1.5 മണിക്കൂർ കഴിഞ്ഞിട്ട് അവർ ഫൈനലി ബോർഡിങ് സ്റ്റാർട്ട് ചെയ്യുന്നു. വാട്ട്സ്ആപ്പ് ബോയ്സ് ആൻഡ് ഗേൾസ് കാണാതിരിക്കുന്ന ഇന്നത്തെ വീഡിയോക്കകത്ത് ഞാൻ വൈകുന്നേരം സ്റ്റാർട്ട് ചെയ്ത് ദുബായിലോട്ട് പോകാൻ പുറപ്പെടുകയാണ്. പിന്നെ 2 ദിവസം വ്ലോഗ് ഇട്ടില്ല. പിന്നെ 3-ാമത്തെ ദിവസം ഞാൻ ഡയറക്റ്റ് ദുബായിലോട്ട് ഫ്ലൈറ്റ് ടിക്കറ്റ് ഇന്നലെ രാത്രി ഞാൻ ബുക്ക് ചെയ്തായിരുന്നു, ഇന്ന് രാത്രിയിലത്തേക്ക് വേണ്ടി. അപ്പോൾ 2 മണി വെളുപ്പിന് എനിക്ക് ഫ്ലൈറ്റ്. അപ്പം അച്ഛനും അമ്മയൊക്കെ ഇറങ്ങി വരുന്നു. അക്ഷയ് അവിടെ ഉണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ സ്ഥലം കാലിയാക്കും. ഞാൻ ഫസ്റ്റ് ഇൻ്റർനാഷണൽ ഫ്ലൈറ്റ്. എനിക്കവിടെ കുറച്ച് എങ്ങനെയൊക്കെ പോകുന്നുള്ള ധാരണ ഉണ്ടെന്ന് ചോദിച്ചാൽ വലുതായിട്ട് ധാരണ ഒന്നുമില്ല. അത് നമുക്ക് കയറി ഇറങ്ങി പോകാം ചെയ്യാൻ. ഞാൻ ഫുൾ പരമാവധി കണ്ടന്റ് ഉണ്ടാക്കി ഞാൻ കയറി ഇറങ്ങി അവിടം വരെ എത്തും. അല്ലാതെ ഇവിടുന്ന് ഫ്ലൈറ്റിൽ കയറി അവിടെ ഇറങ്ങി തീർക്കത്തില്ല. ഇടക്കിടക്കൊക്കെ വെച്ച് ഫോൺ എടുക്കാൻ ശ്രമിക്കുമെന്നല്ല, ശ്രമിച്ചിരിക്കും, ചെയ്തിരിക്കും. ആരോ പരിചയമുള്ള മുഖം ഞങ്ങൾ പോകുവാ. ശരി ശരി. അമ്മ നമുക്ക് അടുത്ത പ്രാവശ്യം കൊണ്ടുപോയി. ഇപ്രാവശ്യം അല്ല, എൻ്റെ ഈ വർക്ക് തീർന്നിട്ട് നമുക്ക് കൊണ്ടുപോകും. പെട്ടെന്ന് വാച്ച മഴ പെയ്യുന്നു. മഴ പെയ്തു തുടങ്ങിയുള്ള മഴ പെയ്യുന്നു. 3 മണിക്കൂർ യാത്ര. നമ്മൾ എയർപോർട്ടിൽ എത്തിയിരിക്കുകയാണ്. അച്ഛൻ ഓൾറെഡി പോയത് ഇവിടെ ബാഗുമായിട്ട് നിൽക്കുന്നത്. പക്ഷെ അച്ഛൻ അറിയത്തില്ല ഇത് അറൈവലാണ്, ഡിപ്പാർച്ചർ പൊക്കത്താണെന്ന്. പൊക്കത്തോട്ടാ പോകണ്ട അച്ഛാ, പൊക്കത്ത് പോകണം, ഇവിടെ അല്ല. ഏതാനും നിമിഷങ്ങൾക്കകം ഞാൻ ഇവിടെ നിന്ന് പോകാൻ പോവുകയാണ്. എന്തായാലും പാവല്ലെന്ന് വിചാരിച്ച് ഞാൻ സ്നാക്ക് ഐറ്റം കുറച്ചുണ്ട്. സ്നാക്ക് ഐറ്റം എന്തൊക്കെ വേണമെന്ന് വെച്ചാൽ പറയും. എന്തെങ്കിലും വായിച്ചാൽ മതി. അയ്യോ അങ്ങനെ പറയണ്ട. അയ്യോ ഇഷ്ടമുള്ളത് പറ. അച്ഛനും അക്ഷയം വന്നിരിക്കുകയാണ്. എന്താ മേടിക്കണ്ടേ? നോർമൽ എന്ത് അച്ഛാ എടുക്ക? മതിയാ റോളാ? ആ സാൻഡ്വിച്ച് ഒരെണ്ണം എടുക്കുക. തനിച്ച് കഴിക്കുക. കോഫി വേണോ ക്യാപ്പച്ചിനോ വേണോ? നിങ്ങളൊന്നും മേടിക്കണ്ട. എല്ലാരും മത്സ്യം കഴിക്കും. വത്സൻ കഴി അമ്മ കഴിക്കും. പുറത്തുനിന്ന് മാത്രം ചൂടാണ്. വത്സം കഴിക്കാം. വത്സം മൈക്രോവേവ് വെച്ചുകൊണ്ട് പുറമേ ഒരു ചൂട്, അകത്ത് തണുപ്പ്. ചായ നല്ലയാ. ചായയുടെയൊക്കെ ബ്രേക്ക് കഴിഞ്ഞ് വീട്ടിലെ രണ്ടാമത്തെ ഉള്ളൂ. എന്നാലും 2ാമത്തെ ആളും കൂടി ഇന്റർനാഷണൽ ട്രിപ്പിന് പോവുകയാണ്. നിങ്ങൾ മാത്രം ഒരു ഇന്റർനാഷണൽ അല്ലാതെ ലോക്കലായി പോയി. കുഴപ്പമില്ല, വിഷമിക്കരുത്. ഇത് JMBനെ കണക്ക് ജോലിക്ക് തെണ്ടി പോവല്ല, സ്വന്തമായിട്ട് കറങ്ങാൻ പോവുകയാണ്. വ്യത്യാസമുണ്ട്. കറങ്ങാൻ പോവുകയാണ്, അല്ലാതെ നിവർത്തി കെട്ടിട്ട് തെണ്ടിപ്പോയ പോക്കല്ല. ഇത് സ്വന്തമായിട്ട് പോകലാണ്. വ്യത്യാസമുണ്ട്. ഇതിന് വ്യത്യാസം ഇരിക്കേ. പുരിഞ്ഞതാ? പുരിഞ്ച് അതാണ്. ആയിട്ട് നിങ്ങൾ ആർക്കെങ്കിലും കൊണ്ടുപോകാൻ പറ്റുമെങ്കിൽ JMB ഈ കാലത്തൊന്നും കൊണ്ടുപോകത്തില്ല. വർഷങ്ങൾ എടുക്കും ചിലപ്പോൾ. വല്ല പോസിബിലിറ്റി ഉണ്ടെങ്കിൽ എൻ്റെ കയ്യിൽ ഉള്ളൂ. ആണാ? എങ്ങോട്ടാ? അയ്യോ പാവം. അതൊക്കെ കറങ്ങിട്ട് വന്നേക്ക് ഒറ്റയ്ക്ക്. ഇപ്പൊ ചോദിച്ചു കഴിഞ്ഞാൽ അറിയത്തില്ല, പറഞ്ഞു കൊടുക്കണം. അപ്പൊ എന്തായാലും ഞാൻ പോവുകയാ. എന്താ എനിക്ക് വേണ്ടി കരയുന്നില്ലേ ഇപ്പൊ? JMBക്ക് വേണ്ടി ഒലിപ്പിച്ച് കണ്ണീര്. ഞാൻ നോക്കിയപ്പോ എനിക്കൊന്നും ഇല്ല. ആദ്യത്തെ ഞാൻ പോവാ. വീട്ടിൽ വരെ എത്തിച്ചേക്ക്. അത് വീട്ടിലെത്തുമെന്ന് തോന്നുന്നില്ലല്ലേ? അപ്പൊ ഞാൻ പോവാ. ഞാൻ പോവാ. കൊള്ളാം. ഫസ്റ്റ് ഇന്റർനാഷണൽ ട്രിപ്പാണ്. അവരാ സൈഡിലായിട്ടുണ്ട് നോക്കി. ഞാൻ പറഞ്ഞായിരുന്നു എല്ലാം റെക്കോർഡ് ചെയ്യുമെന്ന്. 1A ആണോ 1B ആണോ അതൊന്നും എനിക്കറിയത്തില്ല. കയറുന്ന എല്ലാം ഒന്നായിരിക്കും. എൻ്റെ ഫ്ലൈറ്റ് ഉണ്ടോ ഇതിനകത്ത്? ഫ്ലൈറ്റിൻ്റെ നമ്പർ അറിയത്തില്ല. അതെ കാര്യം. അമ്മച്ചനെ വെയിറ്റ് ചെയ്യുന്നതാണ് എനിക്ക് വേണ്ടി. എനിക്ക് വൈകി ടിക്കറ്റ് കൊടുക്കാൻ. ഇത് കാണാൻ പറ്റുന്നുണ്ടോ ടിക്കറ്റ് തന്നെ? അവിടെ 2 ക്യാമറ എൻ്റെ വീഡിയോ എടുക്കുന്നു. ഒരു യൂട്യൂബറാണ് ഞാൻ. അകത്തോട്ട് കയറി. എനിക്ക് വയ്യ. എൻ്റെ ഇന്റർനാഷണൽ ട്രിപ്പ് സ്റ്റാർട്ട് ആയിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് വയ്യ. എങ്ങോട്ടാ പോകേണ്ടത്? എൻ്റെ ബാഗ് ചെക്ക് ആയിക്കൊണ്ടിരിക്കുകയാണ്. തിരിച്ച് ഇവിടുന്ന് തന്നെ ഇറങ്ങി വരും. തേ വന്നു. ഇത് കുറച്ച് സമയം എടുക്കും എൻ്റെ ചെക്കിൻ്റെ ഏരിയ ഓപ്പൺ ആകാൻ. B22 എന്നങ്ങാണ്ട പറഞ്ഞത്. അപ്പോൾ അത് അവിടെ ആയിട്ട് കണ്ട B22. അപ്പോൾ അത് ഓപ്പൺ ആയിട്ട് പോകാം നമുക്ക്. ബോയ്സ് അപ്പം JMBനെ കോൾ ചെയ്തിരിക്കുന്നു ഞാൻ. എന്തൊക്കെയുണ്ട്? അങ്ങനെയൊക്കെ പോകുന്ന സ്റ്റെപ്പ് കയറുവാണെന്ന് തോന്നില്ല. ആണോ? ഞാനിവിടെ സ്റ്റെപ്പ് കയറാൻ കുറച്ച്. അല്ല, ഇങ്ങനെ ചില ആൾക്കാർ നിവർത്തികെട്ട് കാരണം ഇങ്ങനെ കാനഡയിൽ പോയി. ഞാനിവിടെ നിവർത്തി ഉള്ളത് കൊണ്ട് ചില സ്ഥലത്തൊക്കെ പോവുകയാണ് കേട്ടാ. ആണോ? റീൽസ് ലൈഫും റിയൽ ലൈഫ് നീ പടി കയറുന്നു. റീൽസ് ലൈഫ് ഞാൻ ദുബായിക്ക് പോകുന്നു കേട്ടോ. അമ്മേനെ ആഡ് ചെയ്യട്ടെ ഈ കോളിനകത്ത്.
കോൾ ആഡ് ചെയ്താ വിളിച്ചിട്ട് എടുക്കണ്ടേ ആരെങ്കിലും ടൈം ഉണ്ടായി പിന്നെ നമുക്ക് സംസാരിച്ചിട്ട് പോകാം എല്ലാവരും വിളിച്ച് എല്ലാവരും അറിയിക്കട്ടെ ആൾക്കാരൊക്കെ അവിടെ നോക്കുമ്പോൾ നമ്മൾ മൈൻഡ് ചെയ്യുന്നില്ല അമ്മ എടുക്കുന്നില്ലടാ വെള്ളം പോയി അമ്മ എടുക്കുന്നില്ല വെയിറ്റ് ചെയ്യാം നമ്മുടെ അക്കൗണ്ട് പറയും അമ്മ ഇതേ കാനഡ ബ്ലോഗർ എത്തിയമ്മേ കാനഡ ബ്ലോഗർ ഞാൻ ഇപ്പോൾ റെഡിയാക്കി തരാനായിട്ട് നമുക്ക് അങ്ങോട്ട് പോവാം ഇത് രണ്ട് സംസാരിച്ചിട്ട് കേട്ടോ ബോയ്സ് നമുക്ക് ചെക്ക് ഇൻ ചെയ്യാം ഇതാണെന്ന് തോന്നുന്നു ഷാർജയ്ക്കുള്ളത് നമ്മുടെ ചെക്കിൻ ആയിക്കഴിഞ്ഞ് നമുക്ക് കാണാം ജസ്റ്റ് ഇവിടെ കൊടുത്താൽ മാത്രം മതി ബോയ്സ് ചെറിയൊരു പ്രോബ്ലം എന്ന് വെച്ചാൽ റിട്ടേൺ ടിക്കറ്റ് ഞാൻ ബുക്ക് ചെയ്തിട്ടില്ല അവർക്ക് റിട്ടേൺ ടിക്കറ്റ് ഉണ്ടെങ്കിൽ ഈ വിസയിൽ വിടത്തുള്ളൂ പക്ഷേ എനിക്ക് എപ്പോഴാണ് തിരിച്ച് വരുന്നതെന്ന് എനിക്ക് അറിയത്തില്ല എനിക്ക് മറ്റേ ആ സാധനം അവിടെ എത്തേണ്ടത് അമേരിക്കയിൽ നിന്ന് അതായത് ഒരാഴ്ച മുമ്പിലോട്ട് ഒരു 8 ദിവസം മുമ്പിലോട്ട് വെച്ചിട്ട് ഇങ്ങനെ റിട്ടേൺ ടിക്കറ്റ് ബുക്ക് ചെയ്യാം ബുക്ക് ചെയ്തിട്ട് പിന്നെ ക്യാൻസൽ ചെയ്യുമ്പോൾ പിന്നെ ആ പൈസ പോകത്തില്ല എനിക്ക് അതൊന്നല്ല കുറച്ച് ദിവസം കൊണ്ട് നിൽക്കണമെങ്കില്ല അതൊക്കെയാണ് ടാസ്ക് എന്നാലും 8 ദിവസം ആക്കി ഇടാം 2-ാം തീയതി എത്തുന്ന പറയുന്നത് ഒരു 5-ാം തീയതി 6-ാം തീയതിക്കുള്ള ടിക്കറ്റ് ബുക്ക് ചെയ്യാം ഇപ്പോൾ ബുക്ക് ചെയ്യാം പതിനെൻ്റെ ബാഗത്തോട്ട് പോകും ഇത്രയൊക്കെ ഒരു വെറുതെ ടൂറിസ്റ്റ് ആയിട്ട് പോകുന്ന എനിക്ക് പോലെ അവിടെ എത്ര റിട്ടേൺ ടിക്കറ്റ് കാണിച്ച് എൻ്റെ ബാങ്ക് ബാലൻസ് കാണിച്ച് ഓക്കെ എനിക്ക് കാണിക്കുന്നതിന് കുഴപ്പമില്ല പക്ഷേ എന്താ ഇത്രയൊക്കെ പെരക്കിടണം കുറച്ചുകൂടി നല്ല പാസ്പോർട്ടായിരുന്നു വെറുതെ കയറി ഇറങ്ങി പോയായിരുന്നു ഇന്ത്യൻ പാസ്പോർട്ടിന് വലിയ ഇതില്ലാത്തതുകൊണ്ടാണ് കറൻസി എക്സ്ചേഞ്ച് ചെയ്യാൻ ദിറംസ് ആണെന്ന് തോന്നുന്നു അവിടെ UPI ഏകദേശം 10,000 മിനിമം ചെയ്യണം എനിക്ക് അവിടെ ചിലവ് എത്ര ഞാൻ ക്രെഡിറ്റ് കാർഡ് വലിക്കാനാണ് ഉദ്ദേശിക്കുന്നത് 170 ദിറം ഇപ്പം കിട്ടും എനിക്ക് പൈസ കിട്ടി അവർ ഏകദേശം 700 രൂപ കാണുന്ന എക്സ്ട്രാ ഫീസ് ഇതാണ് നോട്ട് ദിറം ഇങ്ങനെയാണല്ലോ കാണാൻ സീത്രോ ഒക്കെ ആണല്ലോ അതൊരു കാണുകയൊക്കെ ചെയ്യാം പ്ലാസ്റ്റിക് ഫീലാണ് പക്ഷേ ഞാനിപ്പോൾ ഇമിഗ്രേഷനിലോട്ട് പോയിക്കൊണ്ടിരിക്കുക ഇതുവരെയുള്ള പ്രോസസ് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്മൂത്ത് ആണെന്ന് ചോദിച്ചാൽ ഒരു നിന്നാണ് പോകുന്നത് കുഴപ്പമില്ല എവിടെയെങ്കിലും പോയി നിൽക്കാൻ അവർ പറഞ്ഞത് ഇവിടെ പോയി നിൽക്കാം പിന്നെ ഇമിഗ്രേഷനായി അത് മഹാ സ്മൂത്തായിരുന്നു അപ്പോൾ എന്നെ അറിയായിരുന്നു ആ ചേട്ടൻ അറിയാം മൊബൈലും ചാർജർ എടുത്ത് മാറ്റാം എൻ്റെ ബാങ്കിനകത്ത് വല്ലാണ്ടൊന്നും ഇല്ല ബോയ്സ് അപ്പം നിങ്ങളെ ഇങ്ങോട്ട് അകത്തോട്ട് വെക്കുക കേട്ടോ നിങ്ങളെയും ചാർജറിന് നിങ്ങളിവിടെ വെക്കുക നിങ്ങൾ കറങ്ങി ഇവിടെ എത്തി അവിടെ നിന്ന് അപ്പോൾ ഫൈനലി ഗേറ്റിന് അങ്ങോട്ട് പോവുകയാണ് ഞാൻ അത് ഇതിനകത്ത് കൂടി അവിടെ നിന്ന് ഇവരൊക്കെ മേടിപ്പിക്കാൻ വേണ്ടിയാണെന്ന് തോന്നുന്നു ഇത് കള്ളാണെന്ന് തോന്നുന്നു എനിക്ക് വലിയ ആവശ്യമില്ലാത്ത കുഴപ്പമില്ല പിന്നെ നമ്മൾ ഇവിടുന്നൊക്കെ കത്തിച്ച് വല്ല മേടിച്ചിട്ടൊക്കെ പോകാം ഇവിടെ നിന്ന് അവിടെ എത്തി ഏതാ ഗേറ്റെന്ന് എനിക്കറിയില്ല നോക്കണം ഗേറ്റ് എഴുതിയിട്ടുണ്ട് ഇതിനകത്ത് 5B 5 B ആണെന്ന് തോന്നുന്നു ഞാനിപ്പോൾ അമ്മേനെ വിളിച്ചു അമ്മയുടെ പറയുന്നത് നടന്നതാണ് അത്രയ്ക്ക് സ്മൂത്തൊന്നും അല്ലായിരുന്നു എനിക്ക് റിട്ടേൺ ടിക്കറ്റ് ഞാൻ ബുക്ക് ചെയ്തിട്ടില്ലായിരുന്നു ഈ വിസയ്ക്ക് പോകുന്നവർക്ക് റിട്ടേൺ ടിക്കറ്റും വേണം അപ്പോൾ റിട്ടേൺ ടിക്കറ്റ് ഞാൻ അവിടെ വെച്ച് തന്നെ തിരിച്ച് ബുക്ക് ചെയ്ത് തിരിച്ച് വരുന്ന റിട്ടേൺ ടിക്കറ്റൊക്കെ അല്ലെങ്കിലും വില കൂടുതലെന്ന് വെച്ചാൽ ഇവിടുന്ന് 7,000 അല്ലേ തിരിച്ച് ഞാൻ ഒരു 18,000 അത് ചെയ്ത് ഞാൻ അവിടെ വെച്ച് തന്നെ റിട്ടേൺ ടിക്കറ്റ് ഉണ്ടെങ്കിലേ പോകാൻ വരത്തുള്ളൂ പിന്നെ ഒരു ബാങ്ക് ബാലൻസ് ചോദിച്ച് പിന്നെ എന്തുവാണ് അവർ അവിടെ ആരെ കാണാൻ പോകുന്ന അവരുടെ ID കൂട്ടുകാരൻ്റെ ID ഇല്ല അവൻ്റെ ID ചോദിച്ചു അല്ലെങ്കിൽ അവിടെ റൂം ബുക്ക് ചെയ്ത് അത് കാണിക്കാൻ പറഞ്ഞ് അതൊക്കെ ഉണ്ട് എന്നാലും ഏകദേശം അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഞാനിപ്പം കയറി അകത്തോട്ട് ഇപ്പോൾ ഫ്ലൈറ്റ് കയറുന്ന ഭാഗത്തിന് 1 മണിക്ക് കയറാം ഞാൻ ടിക്കറ്റ് മറ്റേ ക്യാൻസൽ ആയാലും 18,000 കിട്ടും തിരിച്ച് ആ രീതിയിലായിട്ടിരിക്കുന്നത് എനിക്ക് അറിയത്തില്ല എപ്പോൾ വരണമെന്ന് അറിയത്തില്ലേ അതുകൊണ്ട് എപ്പോൾ ഇടണമെന്ന് എനിക്ക് അതാണ് ഞാൻ അവിടെ വന്നിട്ട് നോക്കാന്ന് പറഞ്ഞത് ക്യാൻസൽ ചെയ്താലും 18 രൂപ കിട്ടുമോ പിന്നെ എടുക്കാൻ എനിക്ക് വേണമെങ്കിൽ ബോയ്സ് അങ്ങനെ എനിക്ക് എൻ്റെ ഗേറ്റ് കിട്ടി 5B ആ ഭാഗത്തോട്ട് കാണാവോ 5B എന്തായാലും ഇനി 1 മണിക്കെങ്ങാണ്ടാണ് ഇവിടെ കയറേണ്ടത് അപ്പോൾ വെയിറ്റ് ചെയ്യണം എനിക്ക് തോന്നുകയാണെങ്കിൽ ആൾക്കാരാണ് കുറിച്ച് നോക്കുന്നത് എൻ്റെ പാസ്പോർട്ടിലെ ഫസ്റ്റ് സ്റ്റാമ്പ് ഡിപ്പാർട്ട് ചെയ്തിരിക്കുന്നു പറഞ്ഞ് പക്ഷേ ഇത് എവിടെയെങ്കിലും ഒരു സ്റ്റാമ്പ് അടിക്കും കേട്ടോ കാരണം ഒരു ഇന്ന നടുക്കായിട്ട് വെറുതെ വരച്ച് വെച്ചിരിക്കുന്നത് ഇനി അപ്പുറത്തോട്ട് പേജ് കിടക്കുന്നുണ്ട് എനിക്ക് തോന്നുന്നു എൻ്റെ ഇപ്പുറത്തായിട്ട് അവിടെ അടിക്കുമെന്ന് അങ്ങനെ കണ്ടായിരിക്കും ഓവറോൾ എക്സ്പീരിയൻസ് നല്ലതാണ് ഞാൻ ഓർത്ത് അവിടെ ചെന്നിട്ട് റൂം ബുക്ക് ചെയ്യാന്നൊക്കെയാണ് അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളത് കുറച്ച് ഡിലേ അല്ലെങ്കിൽ കുഴപ്പമില്ല ഒറ്റയടിക്ക് ഈ ടിക്കറ്റ് ബുക്ക് ചെയ്യേണ്ടി വന്നു അതെനിക്ക് അറിയത്തില്ലായിരുന്നു അല്ലായിരുന്നെങ്കിൽ വലിയ ഹിക്കപ്സ് ഇല്ല സ്മൂത്താ അതിപ്പോൾ എല്ലാവർക്കും ഉള്ള നോർമൽ സംഭവം ആയതുകൊണ്ട് ഹിക്കപ്പായിട്ട് പറയത്തില്ല അല്ലെങ്കിൽ കുഴപ്പമില്ല എനിക്ക് വൈബാ എന്ത് വൈബാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു വൈബ് എന്തായാലും ഞാൻ ഇനി 10 ദിവസം കാണും ദുബായിൽ പെട്ടെന്ന് കയറി എടുത്തത് അടുത്ത മാസം 8-ാം തീയതിയിലെ ടിക്കറ്റ് അപ്പോൾ അതിന് 3 മണിക്കൂർ വെയിറ്റ് ചെയ്യണം എൻ്റെ ഫ്ലൈറ്റ് 2:10 അതിൽ ഡിലേ ആയി അതിന് 2:55 പോകുന്നത് ഇപ്പോൾ 12 മണിയായത് എനിക്ക് വയ്യ വല്ലതും കുടിക്കട്ടെ ഞാനത് മേടിച്ച് പോപ്പ് ആൻഡ് ഗോ എന്നാണ് കടയുടെ പേര് എന്തായാലും മേടിക്കട്ടെ ഞാൻ എത്ര രൂപയുടെ ഇവിടുന്ന് കാണാമോ എത്ര രൂപയാണെന്ന് 440 ഉള്ളല്ലേ വലിയ വിലയില്ല എനിക്ക് വിശന്ന് പോയൊരു താല്പര്യം അപ്പോൾ പിന്നെ ഞാൻ കപ്പ് നൂഡിൽസ് ഓർഡർ ചെയ്തു വിശന്ന് അവിടെ പോയിട്ട് കുടിക്കുക അതൊക്കെ രീതി സമയം എടുക്കും ഇനി സമയമുണ്ട് 2 മണിക്കൂർ കപ്പ് നൂഡിൽസിന് വില നോക്കണ്ട 300 3 മിനിറ്റ് വെയിറ്റ് ചെയ്യാം കപ്പ് നൂഡിൽസ് ആയി കാണും വെന്തില്ലേ തോന്നുന്നു ആയി കാണും എനിക്കാണ് വിഷന്നിൻ്റെ വില പോലെ എനിക്ക് ഛർദ്ദിക്കാൻ പറ്റും അത്ര വിശപ്പാണ് മറ്റേ ആ കാട്ടി വെച്ച് കഴിച്ചില്ലായിരുന്നു 24 hours അതിൻ്റെ ഒരു ടേസ്റ്റ് കുറച്ച് മിക്സ് ചെയ്യട്ടെ ബോയ്സ് അപ്പോൾ ബോർഡിങ് ചെയ്യേണ്ട സമയത്തിരിക്കുകയാണ് എൻ്റെ ഫ്ലൈറ്റ് നമ്പർ അവിടെ എഴുതി വരുന്നുണ്ട് എയർ ഇന്ത്യ ഇത് ഇത് ഈ ഫ്ലൈറ്റ് ഡിപ്പാർട്ട് ചെയ്യണമെന്ന് തോന്നുന്നു ഇതാണ് മലേഷ്യ എയർലൈൻസ് ബോയ്സ് അപ്പം അടുത്തെത്താറായപ്പം ഗേറ്റ് മാറി ഗേറ്റ് നമുക്കിനി 6-ലോട്ട് പോകാം എനിക്ക് ഉറക്കം വന്ന് തുടങ്ങുന്നു ഫ്ലൈറ്റിൽ കയറി ഞാൻ ഓൾമോസ്റ്റ് ചത്തുപോകും പിന്നെ അവിടെ ദുബായ് വെച്ച് ഉയർത്തെഴുന്നേക്കുന്നു 6 ഗേറ്റൊക്കെ താഴത്തോട്ട് നമുക്ക് ഇവിടുന്ന് താഴത്തോട്ട് ഇറങ്ങണം കമോൺ എല്ലാവരും ഗേറ്റ് ചെയ്യുന്ന പറഞ്ഞ് വരുന്നുണ്ട് എനിക്ക് മെസ്സേജ് വന്നായിരുന്നു കുറച്ച് നേരത്തെ തന്നെ വേണ്ട ഗേറ്റ് 6 ആരും വന്നിട്ടില്ല കുറച്ചായിട്ട് വരുമായിരിക്കും കിടിലായിരുന്നു 2:10 ഫ്ലൈറ്റ് ആയിരുന്നു അത് ഡിലേ ആയി 2:55 2:55 പോലും ഫ്ലൈറ്റ് കയറിയിട്ട് പോലും ഇനിയും ഡിലേ ആയെന്ന് തോന്നുന്നു എല്ലാവരും ഇരിക്കുന്നുണ്ടോ 4 മണിക്കൂർ കിടന്നുറങ്ങിയിട്ട് പിന്നെ ഞാൻ എന്താണ് ഉയർത്തി നിന്നിട്ട് തകർക്കാൻ പോയിരിക്കുന്നതാണ് 1.5 മണിക്കൂർ കഴിഞ്ഞിട്ട് അവർ ഫൈനലി ബോർഡിങ് സ്റ്റാർട്ട് ചെയ്യുന്നു
അവസാനം ഇവിടെ എത്തിയപ്പോൾ ആൾക്കാരൊന്നും കയറ്റുന്നില്ലേ? അല്ലല്ല, കയറ്റുന്നുണ്ട്. ഫൈനൽ നമുക്ക് കയറി ദുബായിലോട്ട് ഒരു 4 മണിക്കൂർ നേടിയായിട്ട് കയറട്ടെ. 27D ആണ് ഏറ്റവും പുറകിൽ. പക്ഷെ എനിക്ക് ഉറങ്ങാൻ മാത്രമാണ് താല്പര്യം. ഇതാണെന്ന് തോന്നുന്നു. ഇത് കുഴപ്പമില്ല. ലെഗ് സ്പേസ് എന്ന് പറയുന്ന സംഭവമില്ല, ബാക്കിയൊന്നും കുഴപ്പമില്ല. എന്തായാലും KSRTC ഇതിനെക്കാട്ടിലും ലെഗ് സ്പേസ് ഉണ്ടെന്ന് തോന്നുന്നു. എല്ലാം കൂടി ഒന്ന് നേരത്തോട്ട് എടുക്കട്ടെ, ഞാൻ പറയാം. ഫ്ലൈറ്റിൽ നിന്ന് കയറി ആൾക്കാരൊക്കെ ബിൽഡിങ്ങിലോട്ട് എത്തി, ഞാനും എത്തി. എന്നിട്ട് എല്ലാവരും നടക്കുകയാണ് നേരെ. തൽക്കാലം ഇവരുടെ പുറകെ ഞാനും നടക്കുന്നു. ഇവിടെ അറൈവൽസ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്, അപ്പോൾ അത് നേരെ പോകുന്നു. അങ്ങനെ എന്തായാലും നോക്കട്ടെ. ഇവിടെ കുറച്ചുകൂടി കടകളൊക്കെയാണ് കേട്ടോ, നല്ല കിടന്ന് M&M ഒക്കെ സാധനം ഇരിക്കുന്നു സൈഡിൽ. സ്മാർട്ട് ഗേറ്റിൽ വെക്കാൻ പറയുന്നു പാസ്പോർട്ട്. ഇതായിരിക്കുമെന്ന് തോന്നുന്നു. ഇപ്പം എൻട്രിയുടെ എന്തോ ആണെന്ന് തോന്നുന്നു. നോ ഐഡിയ. whatever, let's go, let's scan this passport. ഞാൻ ഇവിടെ എത്തിയപ്പോൾ പറയുവാണ് ഇമിഗ്രേഷന് ഫസ്റ്റ് ടൈം ആണെങ്കിൽ ഇങ്ങോട്ടാണ്. അപ്പോൾ ഞാൻ വഴി മാറി ഇങ്ങോട്ടെത്തി. എൻട്രി ഇതേ UAE-യിനകത്തോട്ട് എനിക്ക് വയ്യ. എൻ്റെ ബാഗ് സ്കാനായി എനിക്ക് തോന്നി ഞാൻ ഫുള്ളും കയറി ഇതിനകത്തോട്ടൊന്ന് ദുബായിലോട്ട്. ഇത് ഇവിടെ നിന്ന് എനിക്ക് എൻ്റെ ബാഗേജ് എപ്പോൾ വരുമെന്ന് അറിയത്തില്ല, അത് നോക്കണം. ബാഗേജ് എൻ്റെ ഇവിടെയായിട്ട് കറങ്ങി വരും. ബാഗ് കിട്ടിയപ്പോൾ കുറച്ച് സിപ്പാറ് വലിച്ചു കയറിയിട്ടുണ്ട്, അതെല്ലാം കുഴപ്പമില്ല. എക്സിറ്റ് ആ വശത്തോട്ടാണെന്ന് തോന്നുന്നു. ഇവിടെ നല്ല തണുപ്പുണ്ട് കേട്ടോ. ഇവിടെ എനിക്ക് ഷോർട്സ് ഒന്നും ഇടണ്ടായിരുന്നു, നല്ല തണുപ്പ് തോന്നുന്നു. എന്നാലും ഇവിടെ നിന്ന് കണ്ട് ബസ് പിടിച്ച് പിന്നെ മെട്രോ പിടിച്ചാണ് എത്തണം. ഞാൻ ഫസ്റ്റ് ടൈം ദുബായിലോട്ട് എയർപോർട്ടിൽ നിന്ന് പുറത്തിറങ്ങിയിരിക്കുന്നു. കറങ്ങി അടിച്ചിട്ട് എങ്ങോട്ടാണ് പോകേണ്ടത് എനിക്ക് വലിയ ഐഡിയ ഇല്ല. ബോയ്സ്, ഞാൻ ബസ് പിടിക്കാൻ വേണ്ടി നോക്കുകയാണ്. ആ ഭാഗത്തായിട്ട് ബസ് സ്റ്റോപ്പ് എനിക്ക് കാണുന്നുണ്ട്, അതാണെന്ന് തോന്നുന്നു. എൻ്റെ ഒരു ഡൗട്ട് എന്ന് പറയുന്നത് ഇവൻ പറഞ്ഞിരിക്കുന്ന സ്ഥലം ഇബൻ ബത്തൂത്തെ എന്നാണ്. ആ പേരല്ല എനിക്കറിയില്ല, അത് വായിച്ചിട്ടൊക്കെ ഉണ്ട്. ബോയ്സ്, അപ്പോൾ ഞാൻ ഈ ബസ്സിൽ കയറിയിട്ടുണ്ട്. ഇവിടുന്ന് ഒരു സ്റ്റേഷൻ വരെ പോകും, പിന്നെ അവിടുന്ന് ഞാൻ പിന്നെ ബസ് വണ്ടി തോന്നുന്നു. എനിക്ക് പോക്ക് വല്ലതായിട്ട് തോന്നിയില്ല. എൻ്റെ ഭാഷ കറക്റ്റില്ലാത്തതുകൊണ്ട് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഇതായിരുന്നു. അപ്പം ഇതിനകത്ത് ഞാൻ 10 രൂപ കൊടുത്തിട്ട് ബാക്കി എത്ര രൂപ തന്നു എനിക്ക് മനസ്സിലാവില്ല എത്ര രൂപയാണ്. 10 കൊടുത്തത്, 10 രൂപ ബാക്കി തന്നു. എത്രയാണോ ടിക്കറ്റ്? എത്രയാണ്? 8 AD. ബാക്കി 2 രൂപയാണ് ഇത്. ബോയ്സ്, അപ്പോൾ ഞാൻ ബസ്സിൽ നിന്ന് ഇറങ്ങി. ഇവിടെ ഈ സ്റ്റേഷനിൽ വന്നല്ല ഇറങ്ങിയത്. എനിക്ക് ബ്രോ വഴി വെച്ച് സഹായിച്ച് എനിക്ക് ഇവിടെയാണെന്ന് പറഞ്ഞു തന്നു. ഫസ്റ്റ് ബസ്സുകാരൻ എന്നെ ഏതോ ഒരു ഉഗാണ്ടയെ കൊണ്ട് ഇറക്കിയത്. അപ്പോൾ അവിടെ നിന്ന് ഞാനിപ്പം ഈ യൂണിയൻ ബസ് സ്റ്റേഷൻ കാണണമെന്നോ അവിടെ എത്തി. ഇവിടെ നിന്ന് മെട്രോ കയറി പോകാൻ പോവുകയാണ്. പിന്നെ ബ്രോ എനിക്കിത് ഈ കാർഡ് എടുപ്പിച്ച് തന്നു. ഇതാകുമ്പം ബസ്സിലും ചെയ്യാം മെട്രോയിലും ചെയ്യാൻ തോന്നുന്നു. അപ്പോൾ ഇവിടെ പോകണം നമുക്ക്. ഞാൻ എവിടെ പോകുന്ന അറിയാം, എൻ്റെ കൂട്ടുകാരൻ അങ്ങോട്ട് പോകാം. ഒരു മൂലക്കെങ്ങാണ്ട ചാർജർ UAE എക്സ്ചേഞ്ച് ഏതൊരു മൂലയായിട്ടാണ്. അപ്പോൾ അവിടെ വരെ പോകണം നമുക്ക്. അപ്പോൾ ഈ മെട്രോ എങ്ങോട്ടാണ്? അവിടെയാണ്. എനിക്ക് വീഡിയോ എടുക്കാൻ വേണ്ടി എൻ്റെ ബാഗ് ഒക്കെ ഹെൽപ്പ് ചെയ്തു. അവിടെ വർക്ക് ചെയ്യാൻ തോന്നുന്നു. ഇനി വേണമെങ്കിൽ 20 രൂപ ഇതിനകത്ത് ഇടാം. ഇവിടെ നല്ല തിരക്കുണ്ട്, അതാണ് നമ്മുടെ മെട്രോ ലൈൻ. അതിനകത്തോട്ട് കയറണം. അപ്പോൾ പിന്നെ കാണാം കേട്ടാ. ഞാൻ നമ്പർ എടുത്തിട്ടുണ്ട്, പിന്നെ വിളിക്കാം. ശരി. ആൾക്കാരൊക്കെ കാലി കഴിഞ്ഞു. മെട്രോ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി പോകണ്ട എങ്ങോട്ടാണ്? എക്സിറ്റ് ചെയ്യേണ്ട. എന്റെ കൂട്ടുകാരൻ എത്തിയിരിക്കുകയാണ്. മലയാളം ഒന്നും അറിയില്ല. 2 പ്രാവശ്യം തെറ്റായ ഗേറ്റ് പറഞ്ഞിട്ട് എന്നെ ഇവിടെ കൊണ്ടുവന്നിരിക്കുകയാണ്. അവസാനം മുഖം കാണിച്ചു. ഇവരെന്നെ ഡയറക്റ്റ് കൊണ്ടുവന്നത് എവിടെ? വെള്ളത്തിൽ കൊണ്ട് മുക്കാൻ പോവുകയാണെന്ന് തോന്നുന്നു കേട്ടാ. അതിനുവേണ്ടി കൊണ്ടുപോയിക്കൊണ്ടിരിക്കുക. ഞാൻ റൂമിൽ പോലും പോയിട്ടില്ല. ഇന്നലെ രാത്രി ഒരു ഓട്ടമാണ്. അപ്പൊ പേരെന്താന്ന് പറഞ്ഞേ? പേര് ഓയ് പേര് ശരി. പേര് ധീരജ്. ശരി. ബോയ്സ്, അപ്പോൾ ഇവൻ എന്നെ വാട്ടർ പാർക്കിൽ കൊണ്ടുവന്നിരിക്കുകയാണ്. പെട്ടെന്നായിപ്പോയി. പാം ഐലൻഡ്, മറ്റേ മാൻമെയ്ഡ് ഐലൻഡ് ഇല്ലേ, അതിലോട്ട് വണ്ടി ഓടിച്ച് കയറ്റാനായിരുന്നു നമുക്ക് മനസ്സിലാവുമെന്ന് ഞാൻ വിചാരിച്ചത്. പക്ഷേ അത് ഒടുക്കത്തെ വലിയ സൈസാണ്, അറിയുന്ന പോലും ഇല്ല. അത് നോർമൽ ബിൽഡിങ്ങുകളൊക്കെ അവിടെ ഇരുന്ന് പിന്നെ മാപ്പിൽ നോക്കിയപ്പോൾ മനസ്സിലായത് അവിടോട്ട് ഓൾറെഡി കയറിയെന്ന് മനസ്സിലായത്. അപ്പോൾ ഇപ്പോൾ ഇങ്ങോട്ട് പൊക്കോണ്ടിരിക്കുക. ഞാൻ എവിടെയാണെന്ന് ഇത് കണ്ട ഐലൻഡിൻ്റെ ഒരു സ്ഥലത്ത്. അത് കണ്ട ഐലൻഡിൻ്റെ പൊക്കത്തായിട്ടിരിക്കുന്നത് കണ്ട. അപ്പം എന്താണ് നമുക്ക് ഇവിടോട്ട് കയറി പോവാം. ഇവിടെ ഒന്നും അറിയത്തില്ല. കാരണം ഇവന്മാരെന്നെ വെറുതെ കയറിയിട്ട് അവിടെ നിന്ന് പിന്നെ എവിടെയൊക്കെ കൊണ്ടുവന്നു. ഇവിടെയാണ് ഫസ്റ്റ് സ്പോട്ടിൽ കൊണ്ടുവന്നിരിക്കുന്നത്. ബോയ്സ്, അപ്പം ഒറ്റയടിക്ക് ഈ ദേശം മാറിയുടെ ഫീൽ അടിക്കുന്നുണ്ട്. ഇവിടെ ഇന്ത്യക്കാരൊന്നും എനിക്ക് നല്ലതായിട്ട് കാണാനില്ല ഈ ഭാഗത്ത്. അറ്റ്ലീസ്റ്റ് ഇതാണ്ട് വാട്ടർ പാർക്കിന്റെ കയറാനുള്ള ഭാഗമാണ്. ഇവിടുത്തെ ഈ വാട്ടർ പാർക്കിന്റെ ടിക്കറ്റിന്റെ വില എത്രയാണ്? 8,000-9,000 8,000-9,000 രൂപയുടെ ടിക്കറ്റ് കേട്ടോ, ഒരു ടിക്കറ്റ്. ആദ്യത്തെ ദിവസം വന്നിട്ട് ഇത് തന്നെ കയറി പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കുഴപ്പമില്ലല്ലേ. ബോയ്സ്, നമ്മൾ ചെക്കിങ് ചെയ്ത് അകത്ത് കയറിയിട്ടുണ്ട്. ഒരു വാച്ച് കിട്ടി കൈ കെട്ടെ.
പുറത്തിറങ്ങിയപ്പോൾ തന്നെ നല്ല കത്തുന്ന ചൂട് കേട്ടാ. ഞാൻ മറ്റേ AC-ലും ഈ മെട്രോയിലൊക്കെ വന്നിട്ട് അറിഞ്ഞില്ല. നല്ല ചൂടുണ്ട് ഇവിടെ. ഇതിപ്പോൾ അമ്മമാർ പറയുന്നത് രാവിലെ ആയിട്ടേ ഉള്ളൂ, ഉച്ചയായി കഴിഞ്ഞാൽ നല്ല തീരുമാനമാവെന്നൊക്കെ പറയും. അപ്പോൾ നമ്മൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് വരാം. സോക്സ് മേടിക്കുന്നു ഇവിടുന്ന്, സ്ലിപ്പ് ആകാതിരിക്കാൻ വേണ്ടിയാണ്. അമ്മമാർക്ക് പറഞ്ഞിട്ട് കാര്യമില്ല, അമ്മമാർക്ക് മനസ്സിലാകത്തില്ല. ബോയ്സ് അപ്പോൾ നമ്മൾ ഷർട്ടൊക്കെ ഊരി ഈ ട്രങ്ക്സ് തന്നെ മതി ഇതിനകത്ത് വെള്ളത്തിൽ ഇറങ്ങാൻ. അപ്പം ഞാൻ ആദ്യത്തെ പാർക്ക് എവിടെയെങ്കിലും ആയിട്ട് ഇരിക്കാൻ നോക്കുകയാണ്. ഇവന്മാർക്ക് എന്താണ് ബാഗ് അകത്ത് വെക്കുന്നതിന് 60 ദിർഹം 70 ദിർഹം അമ്മമാർക്ക് പേ ചെയ്യാൻ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് അമ്മമാർ ബാഗ് വേറെ എവിടെയും കൊണ്ടുപോയി വെക്കാന്നും പറഞ്ഞിട്ട് കൊണ്ടുപോകും. സൺബെഡിനെ താഴ്ത്തു കൊണ്ട് വെക്കും അമ്മമാർ. ബാഗ് ഇവിടെ പൂട്ടിയിട്ട് വെച്ചിട്ടുണ്ട്, ചെരുപ്പ് കിട്ടേക്കട്ടെ. ഇവിടെ തന്നെ ലേസി ലേക്കിലോട്ട് ഇറങ്ങാൻ പോകും ഇവന്മാർ. 8000 രൂപ ടിക്കറ്റ് എങ്ങനെ ഉണ്ടെന്ന് ഞാൻ പറയാം. ഇവന്മാരെ ബുക്ക് ചെയ്ത് എനിക്ക് ഉറപ്പില്ല 8000 ഉണ്ടെന്ന് ഇവന്മാർ പറഞ്ഞു. വെള്ളം നല്ല ക്ലിയർ ആകട്ടെ. ഇത് ഉപ്പുവെള്ളമാണെന്ന് പറയുന്നു. അപ്പോൾ ഞാനിപ്പോൾ വീണേനെ ഇപ്പം ബോയ്സ് അപ്പോൾ എന്തായാലും നമുക്ക് റൈഡിലോട്ട് കയറാം. ഈ സോക്സ് നല്ല കേട്ടോ. ഈ സോക്സ് കാരണം വെച്ചാൽ കാലയിൽ ഈ തിണ്ണയുടെ ചൂടൊന്നും അടിക്കത്തില്ല. ബോയ്സ് അപ്പോൾ ഇതിൻ്റെ ഫുൾ മാപ്പാണിത്. ഈ നമ്മൾ ആ ഭൂമിയിലേക്ക് കേട്ടോ. അപ്പോൾ ഈ ഭാഗത്തോട്ടാ ഫുൾ വലിയ വലിയ റൈഡ് കാണുന്നത്. പക്ഷേ ഇവിടെ കണ്ടിട്ടൊന്നും കാണുന്നില്ല. ഇത് എവിടെയാണെന്ന് അറിയത്തില്ല. ഇതൊക്കെ പാമയുടെ ഒരു ഭാഗത്തുള്ള വ്യൂസ് ആണെന്ന്. ഇവിടെ റൈഡൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. വെള്ളത്തിന്റെ കളറൊക്കെ നൈസ്. ജെറ്റ് സ്കീ കിടക്കുന്നു. ഒടുക്കത്തെ വലിയ ടവറാണല്ലോ, അതിന്റെ പൊക്കത്ത് നിന്ന് ചാടണം. ബോയ്സ് ഇവിടെ ഫോൺ കവറിൽ വെക്കണം, അല്ലെങ്കിൽ അലൗഡ് അല്ല. ഫോൺ കവർ മേടിക്കാൻ ഏതാണ്ട് 1000 പ്ലാസ്റ്റിക് കവറിന് 1800 രൂപ. അപ്പോൾ അതിന് വേണ്ടി ഇപ്പം എൻ്റെ കാർഡ് എൻ്റെ ബാഗിൽ ഇരിക്കുക. ബാഗിൽ പോയി കാർഡ് എടുത്തിട്ട് സാധനം മേടിച്ചിട്ട് പിന്നെ റൈഡിൽ പോകേണ്ടി വരും. അല്ലെങ്കിൽ പിന്നെ നിങ്ങളെ കാണിക്കാൻ പറ്റില്ല. പിന്നെ നിങ്ങൾ കാണിക്കാൻ വേണ്ടി എഫേർട്ട് ഇട്ടില്ലെങ്കിൽ നടക്കില്ല. ഞാൻ എല്ലാ വീഡിയോ എടുക്കുന്നു പറഞ്ഞാൽ ഫോണിൻ്റെ ബാറ്ററി അല്ലെങ്കിൽ കുറവാണ്, അങ്ങനെ കുഴപ്പമില്ല. ഇത് നൈസല്ലേ, ഇത് റീബൗണ്ട് ചെയ്യുന്നത് വേണ്ട. ബോയ്സ് അപ്പം നിങ്ങളെ ഞാൻ അകത്തോട്ട് വെക്കുകയാണ്. ഇതിന് 1080 ദിർഹം 150 ദിർഹം എന്ന് പറയുന്നു. എത്ര 4000 രൂപ ഒരു കവറിന് ഇവന്മാർ പറഞ്ഞു. 4000 3500. ഇത് ഉപയോഗിക്കുക കേട്ടോ. സംസാരിക്കുന്ന കേൾക്കാണ്ടെന്ന് അറിയത്തില്ല. നിങ്ങൾ ഇവിടെ ഇരി. നല്ല കയറിയ ബുക്കുകൊണ്ട് കേട്ടാ ബോയ്സ് ഇപ്പൊ ചാടാൻ പോകുന്നത്. ബോയ്സ് അങ്ങനെ ഇപ്പം 5-5:15 സത്യം പറയണം, എനിക്ക് തലവേദന എടുത്തിട്ട് മേലെ. ഇവിടുത്തെ ചൂട് കാരണം എനിക്ക് കരി കയറി തെണ്ടി. എൻ്റെ കൂട്ടുകാരന്മാർ എവിടെ പോയെന്ന് അറിയത്തില്ല. അവന്മാരുടെ കൂടെ ഇങ്ങോട്ട് വന്ന് എന്ത് തെറ്റായി പോയി അറിയാം. ഞാൻ വല്ല നേരെ വല്ല ഹോട്ടലിൽ പോയി ഉറങ്ങിയിട്ട് വരെ നേരെ ഫുഡും കഴിച്ചിട്ടില്ല. അവന്മാർ കുറച്ച് തന്ന ഫുഡ് അവന്മാർ നിർമ്മിച്ച് കഴിപ്പിച്ച്. എന്നാലും എനിക്ക് എന്ത് ചൂടോ, എനിക്ക് അധികം തലവേദന എടുത്തിട്ട് 3 മണിക്കൂറായിട്ട് തലവേദന എടുക്കും എനിക്ക്. അടി ഞാൻ ഇവിടെ ഇരുന്നത് നല്ലൊരു തണൽ പോലും ഈ സ്ഥലത്തില്ല. എനിക്ക് എല്ലാവർക്കും അധികം കേട്ടോ. എനിക്ക് എല്ലാം നല്ല എക്സ്പീരിയൻസ് ആണെന്ന് പറഞ്ഞാൽ പോലും ഒരു വാട്ടർ പാർക്ക് വലിയ വ്യത്യാസമൊന്നും ഇല്ല. എന്തുവാ വണ്ടറിൽ വെച്ചൊക്കെ വണ്ടറിനെക്കാട്ടിയും കുറച്ചുകൂടി നല്ല പോർഷായിട്ടുള്ളതാണെന്നേ ഉള്ളൂ. ഏകദേശം എല്ലാം ഒരേ ഇതൊക്കെ തന്നെ, അല്ല വലിയ വ്യത്യാസമില്ല. പക്ഷെ എനിക്ക് ഇവിടുത്തെ ടെമ്പറേച്ചർ പൊള്ളി ചൂടായി 3 മണിക്കൂറുടെ തലപ്പ് പൊട്ടിപ്പെരുകി. എനിക്ക് കാലികളോട്ട് അമ്മമാരെ തെറി പറയും. ഞാൻ ഇതൊരു കുറേ നേരം അമ്മമാർ ബാക്കി റൈഡ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പോയിരിക്കുന്നത്. എനിക്കാണ് ഇവിടെ നിന്നിട്ട് കരി കയറുന്നത്. എത്ര നേരിട്ട് ഈ ടേബിൾ കിടക്കുന്നത്. ഞാൻ ഗെയില് മോന്തൊക്കെ അടിച്ചിട്ട് അതിന് മുമ്പ് തലവേദനയായിരുന്നു. ഇവിടെ കിടന്നപ്പോൾ ഇനിയും തലവേദന കൂടിയുള്ളൂ. എന്തായാലും അമ്മ ആട്ടെ ഇന്നത്തെ ഈ വീഡിയോ വെച്ച് നിർത്തുക. ഞാൻ നമുക്ക് നാളെ ബാക്കിയുള്ളൊക്കെ സെറ്റാക്കാം. ഒരു റൂമൊക്കെ എടുത്തിട്ട് സെറ്റാകട്ടെ. ഐ ഹോപ്പ് യു ഗൈസ് ആർ വണ്ടർഫുൾ ആപ്പിൾ. സീ യു ഗൈസ് നെക്സ്റ്റ് ടൈം. ടിൽ ദെൻ ടേക്ക് കെയർ. മറിക്ക്